നമസ്കാരം. ന്യൂസിലേക്ക് സ്വാഗതം. മാലിന്യമുക്ത നവകേരളം പഞ്ചായത്ത് തല ശില്പശാല സംഘടിപ്പിച്ചു. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ കൂടിയ യോഗത്തിന് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ റാഫി അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ചന്ദ്രകുമാർ സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലൈല ബേബി ഉദ്ഘാടനവും ചെയ്തു. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും മാലിന്യം വലിച്ചെറിയുന്നത് ഫോട്ടോ എടുത്ത് പഞ്ചായത്തിൽ ഹാജരാക്കുന്നവർക്ക് പാരിതോഷികം നൽകുമെന്നും കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. നമ്മുടെ കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയൊരു പഞ്ചായത്താണ് കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത്. ഫോറസ്റ്റാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതാണ്. എന്നാൽ നമ്മുടെ പൊതുസ്ഥലങ്ങൾ ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്ക് എത്ര ബോധവൽക്കരണ ക്ലാസ് കിട്ടിയാലും നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്, മാലിന്യങ്ങൾ വലിച്ചെറിയുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമ്മൾ അതിൽ നിന്നൊക്കെ നമ്മളെല്ലാം ഒരു ഭാഗമായിട്ടാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഹരിതകർമ്മസേന അംഗങ്ങളെ പ്രവർത്തനത്തിന് ഏറ്റെടുക്കുകയും നമ്മുടെ വാർഡുകളിൽ പ്ലാസ്റ്റിക് ശേഖരിക്കുകയും ജൈവമാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കണമെന്ന് എല്ലാവരെയും ബോധവൽക്കരിക്കുകയും ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ 10,000 ബയോബിൻ നിർവഹണ ഉദ്യോഗസ്ഥൻ ഇവിടെ ഇരിപ്പുണ്ട്, ശ്രീ അഭിലാഷ്. ഈ ബയോബിൻ കൊടുത്തതിൽ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന 3 പേരാണ് കൈപൊക്കിയത്, ഞങ്ങളത് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ബയോബിൻ വാങ്ങി നമ്മുടെ വീട്ടിലുള്ള ജൈവ മാലിന്യം വലിച്ചെറിയാതെ, അത് അഴുകി മറ്റുള്ളവർക്ക് ശല്യമാകാതെ അതിനെ പരിപാലിച്ച് ജൈവവളമാക്കി നമ്മൾ തന്നെ സൂക്ഷിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങളിലുള്ള കടകൾ ഇപ്പോഴും അവർക്ക് നമ്മൾ എത്ര അധികം ക്ലാസ് കൊടുത്താലും പഞ്ചായത്ത് വേണമെങ്കിൽ ഏറ്റെടുക്കണം എന്നുള്ള തരത്തിലാണ് നാം ഓരോരുത്തരും മാലിന്യത്തെ കാണുന്നത്. ഇനി അത് നടക്കില്ല. മാലിന്യം ആര് വലിച്ചെറിയുന്നോ അവരുടെ ഫോട്ടോ എടുക്കുന്ന ആളിനും പാരിതോഷികമുണ്ട്. ആരും പേടിച്ചിരിക്കണ്ട. ആരാണോ പ്ലാസ്റ്റിക് കത്തിക്കുന്നത്, ആരാണോ മാലിന്യം പൊതുവഴിയിൽ വലിച്ചെറിയുന്നത്, അത് കണ്ടു നിൽക്കുന്നവർ പഞ്ചായത്തിനെ രേഖാമൂലം അറിയിച്ചാൽ അവർക്കെതിരെ നടപടി എടുത്തുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. നമ്മൾ പ്രതിദാനം ചെയ്യുന്ന പ്രദേശങ്ങളിൽ, വീടുകളിൽ കണ്ടാൽ അവരെ ഇത് പറഞ്ഞ് മനസ്സിലാക്കി ബോധവൽക്കരിച്ച് മാലിന്യം ഇനി മറ്റൊരു അവസ്ഥയിലേക്ക് മാറാതെ നമ്മുടെ നാട്ടിൽ നല്ല ശുചിത്വമായ ഒരു പഞ്ചായത്ത്, അത് സമ്പൂർണ്ണ ശുചിത്വമായി പ്രഖ്യാപിക്കുന്നതിന് ഒരു ദിവസം നമുക്ക് നിശ്ചയിച്ച് തന്നിട്ടുണ്ട്. ആ ദിവസം നമ്മൾ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ച് കഴിയുമ്പോൾ പിറ്റേന്ന് മുതൽ മാലിന്യം വലിച്ചെറിഞ്ഞാൽ ഇവിടെ നിന്ന് വാർത്ത എടുക്കുന്ന ശരത്തടക്കമുള്ളവർ പിറ്റേന്ന് തന്നെ വാർത്ത കൊടുക്കും. കാരണം ഈ ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്തമാക്കി ഇതാ കിടക്കുന്നു. അപ്പൊ അത് വരാതിരിക്കുന്നതിന് വേണ്ടി നമ്മുടെ വീട്ടിലുള്ള മാലിന്യം ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുന്നതിന് എല്ലാവരും ബോധവാന്മാരാവുക. അതാണ് ഏറ്റവും പ്രധാനമായി നമ്മുടെ ഈ മാലിന്യമുക്ത നവകേരളവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ശുചിത്വ മിഷൻ RP ശൈലജ, ഹെൽത്ത് ഇൻസ്പെക്ടർ ഷൈജു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അനിൽകുമാർ, സുഭിലാഷ് കുമാർ, നദീറ സൈഫുദ്ദീൻ, ശോഭന, സെറീന ഷാനു, ഉദയകുമാർ എന്നിവർ സംസാരിച്ചു. 100% വീടുകളിൽ കയറിയാൽ പോരാ, അവരോടൊപ്പം സഹകരിക്കുന്ന ആളുകൾ കൂടി ഉണ്ടാവണം. അതായത് പൈസ കൊടുക്കുക മാത്രമല്ല, ആ പ്ലാസ്റ്റിക്കുകളും അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിലുണ്ടാകുന്ന മറ്റു മാലിന്യങ്ങൾ എന്ന് പറയുമ്പോൾ മനുഷ്യൻ ഉപയോഗിച്ച് അത് എന്താണോ മറ്റ് അസംസ്കൃത വസ്തുക്കളാക്കി അല്ലെങ്കിൽ റീയൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സാധനങ്ങൾ എല്ലാം തന്നെ അവരെടുക്കും എന്ന് കരുതി എല്ലാ പാഴ്വസ്തുക്കളും ശേഖരിക്കുകയില്ല. അത് ഞാനിപ്പോഴും ഇവിടെ പറയുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതുപോലെയുള്ളൊരു വേദിയിലല്ല നമുക്കത് പറയേണ്ടുന്നത്. അപ്പോൾ നമ്മുടെ ഈ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ, ഒന്നാമതായി നമുക്ക് യൂത്ത് മീറ്റ് ഹരിതകർമ്മസേന ഒന്നാമത്തെ ഒരു അജണ്ടയാണ് യൂത്ത് മീറ്റ് സംഘടിപ്പിക്കുക എന്നുള്ളത്. പേരിൽ തന്നെയുണ്ട്. നമ്മളുടെ ഹരിതകർമ്മസേന അംഗങ്ങളുമായി യുവജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരുമിച്ച് കോർത്തിണക്കിക്കൊണ്ട് നമ്മളുടെ വാർഡുകളിൽ ഒരു 3-4 ഇടങ്ങളിൽ യൂത്ത് മീറ്റ് സംഘടിപ്പിക്കുക. അപ്പോൾ ഒരു വാർഡിൽ നിന്ന് തുടങ്ങണം. നമുക്ക് ഏറ്റവും അടിത്തട്ടിൽ നിന്ന് തുടങ്ങണം.
അതിനു വേണ്ടിയിട്ടാണ് സ്കൂളുകൾ, അംഗനവാടികൾ, നമ്മുടെ ഘടക സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം നമ്മളുടെ പ്രവർത്തനങ്ങൾ എത്തിയിട്ടുണ്ട്. ഇനിയും നമ്മളുടെ വീടുകളിൽ എത്താൻ വേണ്ടിയിട്ട്, നമ്മളുടെ വാർഡുകളിൽ എത്തിക്കുന്നതിന് വേണ്ടിയാണ് യൂത്ത് മീറ്റ് സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്. ആരോഗ്യവകുപ്പും ഗ്രാമപഞ്ചായത്തും സംയുക്തമായി സംഘടിപ്പിച്ചിട്ടുള്ള വിവിധ ഇനം പരിപാടികളുണ്ട്. നമ്മുടെ 500 ക്യാമ്പയിനുകൾ, മാരിയില്ലാലയങ്ങൾ, ഡോക്സി എക്സ്പ്രസുകൾ, ഇങ്ങനെ ഒത്തിരി വിഭാവനം ചെയ്തിട്ടുള്ള ഈ പ്രോഗ്രാമുകൾ നമ്മുടെ രോഗമില്ലാത്ത അവസ്ഥയ്ക്ക് കാരണമാകുന്നു, സഹായകമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാലിന്യവും ആരോഗ്യവുമായുള്ള ബന്ധം വളരെ വലുതാണ്. ശരിയായ തരത്തിലുള്ള മാലിന്യ സംസ്കരണം അനിവാര്യമാണ്. ആ പ്രവർത്തനങ്ങളിൽ നമ്മൾ ഓരോരുത്തരും മുന്നിട്ടിറങ്ങുക. പ്രത്യേകിച്ച് ഹരിതകർമ്മസേന അംഗങ്ങൾ ശ്രദ്ധിക്കുക. മെഡിക്കൽ ക്യാമ്പുകളിൽ നിങ്ങൾ പങ്കെടുക്കുക. എലിപ്പനി അടക്കമുള്ള രോഗങ്ങൾ വരാതിരിക്കാനുള്ള പ്രതിരോധം നിങ്ങൾ തീർക്കുക. ഇവയൊക്കെയാണ് ചെയ്യാൻ നമുക്ക് കഴിയുന്നത്. ഇവയൊക്കെ ചെയ്ത് നമ്മുടെ നാടിനെ ആരോഗ്യമില്ലാത്തവരും മാരിയില്ലാത്ത ഒരു നാടിനായി നമുക്ക് പ്രയത്നിക്കാം, പ്രവർത്തിക്കാം. താങ്ക് യു. ന്യൂസിന് വേണ്ടി റിപ്പോർട്ടർ ശരത്ത് കുളത്തൂപ്പുഴ.